സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നേ സന്തോഷകരമായുള്ളൊരു കുടുംബജീവിതമല്ലേ വിവാഹം എന്ന് പറയണത് അല്ലേ. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന എന്നതാ ഒരു ദുരിതപൂർണമായ ഒരു ജീവിതമായിരിക്കും സ്ത്രീയും പുരുഷനും കൂടെ ചേർന്ന് ചില കുടുംബങ്ങളിൽ നടക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലും ഒന്നും ഇല്ല കേട്ടോ, ചില കുടുംബങ്ങളിൽ. അതായത് അവിടെ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ ആണ് പല പെൺകുട്ടികളും കഴിയുന്നത്. നമ്മുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് പലരും കണക്ക് കൂട്ടി വെച്ചേക്കണ പല സൈസാണ്. ഇങ്ങനെ വിവാഹപ്രായം എന്ന് പറയുന്ന ഒരു പ്രായം ഉണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ്. ഒരു പെൺകുട്ടി അവള് വളർന്നു വലുതായി കഴിയുമ്പോൾ അവൾ ഒരു അച്ഛനെയും അമ്മയുടെയും കൂടെ അവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അവളെ കെട്ടിച്ചു വിട്ടു കഴിയുമ്പോൾ അവൾ ഭർത്താവിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. എന്നാൽ ആ അവസ്ഥ മാറ്റാൻ നമുക്ക് സാധിക്കും. ഏതായാലും ആ കുട്ടി നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കുമ്പോൾ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവൾക്ക് നല്ല ജോലി കിട്ടി അവൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് കണ്ട് അവളൊന്ന് ആ ജീവിതം ആസ്വദിച്ച ശേഷം അവളെ ഒരു വിവാഹത്തിലേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ അവളുടെ തീരുമാനത്തിന് വിടുക. ഞാൻ ഈ പറയുന്നത് പ്രേമവിവാഹത്തെക്കുറിച്ചല്ല കേട്ടോ, മാതാപിതാക്കൾ ആലോചിച്ച് നടത്തുന്ന വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പല മാതാപിതാക്കളും എന്താണെന്നറിയാം, ഒരു 20 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് പറയും, ഹിന്ദുക്കളാണെങ്കിൽ ജാതകത്തിലുണ്ട് കേട്ടോ, 30 വയസ്സ് കഴിയണം, 20ാമത്തെ വയസ്സ് കല്യാണം നടത്തിയില്ല, പിന്നെ 30 വയസ്സാകും കല്യാണം നടക്കാൻ എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായ ഒരു കാര്യം പറഞ്ഞ് ആ കുട്ടികളെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അച്ഛനെയും അമ്മേനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പ്രായത്തിൽ തന്നെ അതിനെ കെട്ടിച്ചു വിടും. പിന്നീട് അത് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് അതിനൊന്നും അറിയാൻ മേലാതെ അതിൻ്റെ ജീവിതം അവിടെ ഹോമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ കുട്ടി പഠിച്ച് അവൾ സ്വന്തം കാലിൽ നിന്ന് അവളെ നല്ല നിലയിലാക്കി കാണാൻ, അവൾ സന്തോഷിക്കുന്നത് കാണാൻ ഒരു മാതാപിതാക്കളും തയ്യാറില്ല. അവർ ജാതകത്തിൻ്റെ പേരിലേക്കാണ് അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പേരിലേക്ക് കണക്കും പറഞ്ഞാണ് പലപ്പോഴും വിവാഹങ്ങൾ നടത്തുന്നത്. വിവാഹത്തിന് ഒരു പ്രായമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളാണ് തീരുമാനിച്ചു വയ്ക്കുന്നത് ഇന്ന പ്രായത്തിൽ ഇന്ന രീതി വിവാഹം കഴിക്കണമെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു വെച്ചേക്കാണ്. അത് പെൺകുട്ടികളോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവരുടെ ഇഷ്ടം വരുമ്പോൾ, അവർക്ക് കല്യാണം കഴിക്കേണ്ട ഏത് പ്രായമാണെന്ന് പറയുമ്പോൾ, അവരൊരു സ്വന്തം നിലയിൽ നിന്ന് കഴിയുമ്പോൾ അവരെ കല്യാണം നടത്തി കൊടുക്കുക. അപ്പോഴാണ് അവരുടെ ജീവിതം സന്തോഷമാവുകയുള്ളൂ. അല്ലാതെ അവരൊന്നും അല്ലാത്ത പ്രായത്തിൽ അവരെ വേറൊരു ജീവിതത്തിലേക്ക് കടത്തിവിട്ടിട്ട് അവിടെ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുക എന്നും പറഞ്ഞ് ഒത്തിരി ഉത്തരമാരും ഒത്തിരി വിസ്മയമാരും ഉണ്ടാകാൻ നമ്മൾ കാരണമാക്കി കൊടുക്കരുത്, ഇല്ലേ? അവർ നല്ല നിലയിൽ അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണാനാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കേണ്ടത്. അവരെ അതിനുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക, ആ രീതിയിൽ അവരെ പറഞ്ഞ് പ്രാപ്തരാക്കുക, അവരെ നല്ല നിലയിൽ എത്തിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്. ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ, ഒരു ചെറുക്കനെ അന്വേഷിക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യമോ, മിക്കവർ സ്വത്ത് അന്വേഷിക്കുന്നു, സൗന്ദര്യം അന്വേഷിക്കുന്നു, കുടുംബമഹിമ അന്വേഷിക്കുന്നു, അവനെ എൻ്റെ വിദ്യാഭ്യാസം അന്വേഷിക്കുന്നു, എല്ലാം ചെയ്യും. ഇതെല്ലാം വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അവൻ നല്ലൊരു മനസ്സുള്ള വ്യക്തിയാണോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത്. അവൻ്റെ ചില കല്യാണങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അറിയണം അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. അവന് വിദ്യാഭ്യാസം ഇല്ല എന്നറിയണ പലപ്പോഴും അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ആ പെൺകുട്ടി അന്വേഷിക്കുന്നത്. അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ സൈറ്റിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ വിട്ടേക്കുക. എന്നിട്ട് അവരോട് പറയാം, പെൺകൊച്ചിൻ്റെ ഇങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത വിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചെറുക്കൻ്റെ വിദ്യാഭ്യാസ യോഗ്യത തീർച്ചയായിട്ടും കല്യാണത്തിന് മുമ്പ് വിടാമല്ലോ. അപ്പോൾ നമുക്ക് യോജിക്കുന്നതാണെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാവുള്ളൂ. എപ്പോഴും നമ്മൾ നോ പറയാൻ പഠിച്ചിരിക്കണമെന്നേ. ഈ കല്യാണാലോചന എന്ന് പറയുന്ന സാധനത്ത് നമ്മൾ നോ പറയാൻ, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് ആരെയും തുന്നിച്ചു നോക്കാനൊന്നും സാധിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധുതയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അത് ഒഴിവായി പോകണം. അല്ലാണ്ട് ആദ്യം വന്ന ബന്ധു അവർക്ക് ഭയങ്കര പൂസത്തുണ്ട്, ഇച്ചിരി പ്രശ്നങ്ങൾ വീട്ടിലുണ്ടെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് കുഴപ്പമില്ലാതെ കെട്ടിക്കേണ്ട സാധനമല്ല വിവാഹം. എന്തെങ്കിലും ഒരു പൊരുത്തക്കേടുകളുണ്ടെന്ന് തോന്നിയാൽ ആ വിവാഹത്തിൽ ഇടപെടാതിരിക്കുകയാണ് വേണ്ടത്. അതിൽ നിന്ന് ഒഴിവായി പോരുക. അതൊന്നും ഒരു നാണക്കേടായിട്ട് കഴിയേണ്ട, ഒരു കുട്ടിയുടെ ജീവിതം മുഴുവനുള്ള കാര്യമാണ്. അപ്പം അതേപോലെ ചില ചെറുക്കന്മാരുണ്ട്, കല്യാണം ആലോചിച്ച ഉടനെ തന്നെ സ്വത്തുക്കൾ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. എങ്കിലും അവൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് പൈസയൊക്കെ മേടിക്കുന്നു. അത് ഏറ്റവും വലിയ തെറ്റാണ്. ഒരു കൊച്ചുണ്ടായപ്പം അവനെ കെട്ടിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലേ? അവരെന്തിനു പിന്നെ അവർക്കുള്ള രീതി വെച്ച് ഈ കൊറോണ കാലത്ത് 20 പേരെയും 10 പേരെയും 5 പേരെയും വെച്ച് കല്യാണം നടത്തിയ കാലമല്ലേ? അതുപോലെ ആഡംബരം കുറയ്ക്കുക. കൊറോണയുടെ മുമ്പുള്ള കാലം നമ്മൾ ഓർത്ത് 2000, 3000 ഒക്കെ വെച്ച് കല്യാണം നടത്തിയവരും കാശുകൾ ദൂർത്തടിച്ചവരും ഒത്തിരി പേരുണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നടത്തുക. അല്ലാണ്ട് ആ പെണ്ണിന് കിട്ടുന്ന സ്വത്തിനകത്തുനിന്ന് മേടിക്കാൻ വേണ്ടിയിരുന്ന് ചെറുക്കൻ്റെ വീട്ടുകാർ ജീവിക്കുന്നത് അത് മോശമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചോദിക്കാൻ പോവുകയും പോലും ചെയ്യരുത്. അവനവന്
അവനവൻ്റെ മകനെ കെട്ടിക്കാൻ അവനവൻ തന്നെ ഉണ്ടാക്കി ആ ചെറുക്കനും കൂടെ ഉണ്ടാക്കി വേണമെങ്കിൽ കല്യാണം നടത്തുക. അല്ലാണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് താലിമാല മേടിക്കാനും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് മെയിൻ്റനൻസ് ചെയ്യാനും വീട് നന്നാക്കാനും ഒന്നും ശ്രമിക്കുന്നതും അത് മോശമായ ഒരു ഇടപാടാണ്. പിന്നെ പെൺകുട്ടിക്ക് കിട്ടുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ അതിന് ഷെയർ ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ ഷെയറാണ്. പണ്ട് കാലത്തൊരു ഇതുണ്ടായിരുന്നു, പിന്നെ ആൺകുട്ടികൾക്ക് ഷെയർ കൂടുതൽ കൊടുക്കണം. അതായത് അച്ഛനെയും അമ്മേനെയും അവർ നോക്കുന്നതുകൊണ്ട് ഷെയർ കൂടുതൽ കൊടുക്കുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ജീവിക്കാനുള്ള ഷെയറാണ് ആ വീട്ടുകാർ കൊടുക്കുന്നത്. അവളുടെ ജീവിതകാലം മുഴുവൻ അവൾ സുഭിക്ഷമായിട്ട് അതെടുത്ത് പുട്ടടിക്കാൻ വേണ്ടി കെട്ടിച്ചു വിടുന്ന ചെറുക്കൻ്റെ വീട്ടുകാരിരിക്കരുത്. അത് ആ പെൺകൊച്ചിനുള്ളതാണ്. അവളുടെ ജീവിതകാലം മുഴുവൻ അവൾക്ക് സുഖമായി ജീവിക്കാനുള്ളതാണ് ആ സ്വത്തുക്കൾ. അവൾക്ക് കൊടുക്കുന്ന സ്വർണവും അവൾക്ക് കൊടുക്കുന്ന സ്വത്തുക്കളും പണവും എല്ലാം അവളുടെ ജീവിതത്തിനുള്ളതാണ്. അത് ഉപയോഗിക്കാൻ ഈ ചെറുക്കൻ അവർക്ക് രണ്ടുപേർക്കും കൂടെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാനാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. അതായത് ഒരു വീട് വെക്കാനോ വീട് താമസം മാറാനോ സ്ഥലം മേടിക്കാനോ അങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആണെങ്കിൽ അതിനൊരു മാന്യതയുണ്ട് പറയുമ്പോൾ, ഇല്ലേ? അല്ലാതെ ആ കുടുംബക്കാരെ പല പെൺകുട്ടികൾക്കും കിട്ടിയ സ്വർണ്ണം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലാണ്, അവരുടെ ലോക്കറിലാണ്, അല്ലെങ്കിൽ സ്വത്ത് എന്തെന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടാവശ്യത്തിന് വെച്ചാൽ അല്ലെങ്കിൽ പെങ്ങളെ കെട്ടിക്കാൻ എടുത്തു, അല്ലെങ്കിൽ ചേട്ടന് വീട് പണിയാൻ എടുത്തു. ഇതൊന്നിനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ സുഹൃത്ത് വലയത്തിൽ തന്നെ ഉണ്ട് ഒത്തിരി പേര്. ഒന്നുമില്ലാത്ത അവസാനം ഒരു വിലയുമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. അവർ കൊടുക്കുകയും ചെയ്തു, അവർക്കൊരു വിലയ കുടുംബത്തിൽ ഇല്ലതാനും, ഭർത്താവിനും ഇല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇല്ലായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഷെയർ അത് നമ്മുടെ മകളുടെ കയ്യിൽ സുരക്ഷിതമാണോ? അവൾ ഈ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കെട്ടിച്ചാലുള്ള കുഴപ്പങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ചിന്തിക്കാനുള്ള പ്രായമില്ലാത്തപ്പോഴാണ് നമ്മളെ കെട്ടിച്ചുവിടാൻ. നമ്മുടെ കാരണവന്മാർക്കും അത്രയ്ക്കും ബോധം ഉണ്ടായിരിക്കില്ല. ഒരു ചെറുക്കനെ കാണുമ്പോഴത്തേന് ആ ചെറുക്കൻ കഴിഞ്ഞ് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചെറുക്കൻ, ഏറ്റവും നല്ല ചെറുക്കൻ എന്നും പറഞ്ഞാണ് കെട്ടിക്കുന്നത്. ചെറുക്കന്മാർ പെണ്ണ് കെട്ടുന്ന അങ്ങനെയായി. ഇത് കഴിഞ്ഞൊരു സുന്ദരി പെണ്ണിനെ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാണ് പല ചെറുക്കന്മാരും പെണ്ണുങ്ങളെയും കെട്ടുന്നത്. നമ്മൾ പലവട്ടം ആലോചിക്കണം. നമുക്കറിയാവുന്നവരെ കൂടെ അന്വേഷിപ്പിക്കണം. ആ കുടുംബക്കാരെങ്ങനെയുണ്ട്, ആ ചെറുക്കൻ എങ്ങനെയുണ്ട്, അന്വേഷിക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാവുന്ന ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ചാൽ അതിൻ്റെ പേര് വല്ല കേസുകളുണ്ടോയെന്നോ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടവരാണോ എന്നൊക്കെ അറിയാൻ കുടുംബക്കാർക്കും ഒക്കെ അന്വേഷിക്കാൻ സാധിക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ശരിക്കും അന്വേഷിക്കുക. എന്നതിന് ശേഷം മാത്രമേ കല്യാണം നടത്താവുള്ളൂ. അതേപോലെ നമ്മൾ കൊച്ചിൻ്റെ സ്വത്തുക്കൾ എല്ലാം അവിടെ സുരക്ഷിതമാണ്, അവരുടെ ജീവിതകാലം മുഴുവനുള്ളതാണ്, അത് സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും അത് ഉറപ്പുവരുത്തിയിരിക്കണം. അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാകുന്ന കല്യാണത്തിന് മുമ്പാണെങ്കിൽ നമ്മൾ ഒഴിവായി പോന്നേക്കണം. അതിലൊന്നും നമ്മൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഒരു ജീവിതകാലം മുഴുവനുള്ളതാണ്. ചിലരുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൊച്ചുണ്ടായി കഴിയുമ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് സ്വത്തിങ്ങ് കൊണ്ടുപോവാ, നിൻ്റെ വീട്ടിൽ സ്വർണ്ണം ഇങ്ങ് കൊണ്ടുപോകാന്ന് പറയുന്നത് അത്രയും നാളും വേണ്ടില്ല. എൻ്റെ കുടുംബത്തിലുണ്ടായത് അങ്ങനെ ഒരു അനുഭവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് കൊച്ചുണ്ടാവണ ഒരു മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് സ്വത്തിൻ്റെ ആവശ്യം വന്നത്. അതെൻ്റെ ചേച്ചിക്ക് പറ്റിയ ഒരവസ്ഥയാണ് ഞാനീ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പം സ്വത്തിങ്ങ് കൊണ്ടുപോവാ, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്. അതുകൊണ്ട് നമ്മൾ 100 വട്ടം ആലോചിച്ച് കല്യാണം നടത്താനുള്ള എടുത്തിയാടിയൊന്നും ഒരു കല്യാണം നടത്തരുത്. നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ പെൺകുട്ടികളുടെ കയ്യിൽ സുരക്ഷിതമായ അബദ്ധങ്ങളൊന്നും ചാടിച്ച് അങ്ങനെയൊന്നും ആരെയും പൂർണ്ണമായിട്ട് എത്ര വലിയ തേനൊലിക്കുന്ന ഭർത്താവാണെങ്കിൽ പോലും അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ട. നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിൽ അത് സുരക്ഷിതമായിട്ടിരിക്കണം. അത് നമുക്ക് ജീവിക്കാനുള്ള ഏത് പ്രതിസന്ധിയിലും നമുക്ക് ജീവിക്കാനുള്ള ഷെയറുകളാണെന്ന് നമ്മൾ വിചാരിച്ചോണം. അതങ്ങനെയൊന്നും ആർക്കും വിട്ടുകൊടുക്കരുത്. അങ്ങനെ ചോദിക്കുന്നവൻ തന്നെ തെറ്റാണ്. സ്ത്രീധനം ചോദിക്കാൻ പാടില്ല. അങ്ങനെ സ്വത്തുക്കൾ ചോദിക്കുന്നവൻ തന്നെ ഒരു ശരിയായ നടപടിയുള്ളവനല്ല. അത് അവനെ അപ്പം തന്നെ ഒന്ന് കണക്ക് കൂട്ടി വെച്ചിരുന്നാൽ മതി. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രായവ്യത്യാസം ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പ്രായവ്യത്യാസമുള്ള ഒരു കല്യാണം കഴിക്കാണ്ടിരിക്കുക നല്ലത്. ഏകദേശം അവനവൻ്റെ ഒരു പ്രായത്തിലും അല്ലെങ്കിൽ 1 വയസ്സോ 2 വയസ്സോ കൂടുതലുള്ളവരെ കല്യാണം, ഒത്തിരി പ്രായമായവരെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിലെ കാര്യങ്ങളായിരിക്കും പെൺകുട്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. ചിലരുണ്ട് 10, 20, 15 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ളവർ കല്യാണം കഴിക്കും. എന്തൊരു മകളാകാൻ പ്രായമുള്ളവരെയൊക്കെ കല്യാണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം എന്താ പറയണേ, അത് പിന്നീട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകാൻ ഒത്തിരി പ്രശ്നങ്ങളാണ് അവരുടെ ഇടയിൽ വരുന്നത്. അതുകൊണ്ട് അവരുടെ കാലഘട്ടവും ഈ കുട്ടിയുടെ കാലഘട്ടവും രണ്ടും രണ്ടാണ്. അതിനൊരു മോഡേൺ രീതിയിലുള്ള പെങ്കൊച്ചാണെങ്കിൽ അയാളുടെ പഴഞ്ചൻ രീതിയിലേക്ക് ആ കൊച്ചു മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും പരമാവധി ഒഴിവാക്കുക. നമുക്ക് ചേരുന്ന ഒരു പ്രായത്തിലുള്ളവരെ മാത്രം കല്യാണം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, നമ്മുടെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല മിടുക്കിയാക്കി വളർത്തി
അവളെ സമൂഹത്തിൽ സ്വന്തം കാലിൽ നിൽക്കുന്നവളാക്കുക. എന്നിട്ട് ശേഷം അവളുടെ ആഗ്രഹപ്രകാരം ഒരു കല്യാണം നടത്തുക. നല്ല ചെറുക്കനാണെങ്കിൽ അവനെ കണ്ടെത്തി അവൻ്റെ ജോലിയും വിദ്യാഭ്യാസവും എൻ്റെ സ്വഭാവവും ഒക്കെ ഉറപ്പുവരുത്തിയ ശേഷം ആ കുടുംബക്കാരെങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയ ശേഷം മാത്രം കല്യാണം നടത്തുക. അല്ലാണ്ട് എടുത്ത് ചാടി കാണുന്ന ഇത് കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് കിട്ടില്ല, ഇതാണ് എൻ്റെ മക്കളുടെ. ചില അമ്മമാരുണ്ട്, അമ്മയുടെ അമ്മമാരും അമ്മയുടെ അച്ഛന്മാരും ഉണ്ട്, എൻ്റെ കൊച്ചുമോളുടെ കല്യാണം കാണണം എൻ്റെ ആഗ്രഹമാണെന്നും പറഞ്ഞൊക്കെ ഇരിക്കണവരുണ്ട്. അതൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും കാരണവന്മാരങ്ങ് നേരത്തെ അങ്ങ് ഉപേക്ഷിച്ചേക്കുന്നത് നല്ലത്. കാരണം ഉണ്ട്, കൊച്ചുമോളുടെ കല്യാണം കാണണമെന്നും പറഞ്ഞ ആഗ്രഹത്തോടെ ഇരിക്കുക, ആ കൊച്ചിനെ കൊണ്ട് പെട്ടെന്ന് ഒരു 10-20 വയസ്സാകുമ്പോഴത്തേനും പിടിച്ച് ആരെങ്കിലും തലയെ കെട്ടിയേൽപ്പിക്കുക, ആ കൊച്ചിൻ്റെ ജീവിതം അതോടെ തീരുകയും ചെയ്യും. അതിനൊന്ന് ജീവിക്കാൻ പോലും അവസരം കിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ആഗ്രഹമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കാരണവന്മാർ അത് അവൻ്റെ മനസ്സിൽ വെച്ചേക്കുക. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പറയാതിരിക്കുക. അതൊക്കെ ചുമ്മാ പൊട്ടയായ ആഗ്രഹങ്ങളാണ്. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവളൊരു 27 വയസ്സ് അവൾക്ക് സ്വന്തം കാലിൽ നിന്ന് അവളെ ജീവിച്ചിട്ട് ഈ കല്യാണം കഴിക്കണ കാണണമെന്നാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയാം. അതാണ് പറയേണ്ടത്. അല്ലാണ്ട് എൻ്റെ കൊച്ചുമോളെ കെട്ടിച്ചിട്ട് എനിക്ക് ഈ ലോകത്തുനിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കെട്ടിക്കണവർ ഒത്തിരി പേരുണ്ട്. എനിക്കറിയാവുന്നവർ തന്നെ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവസാനം ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിൽ എപ്പോഴാ കെട്ടിക്കണ്ടേന്ന് ഓർത്തോണ്ട് നോക്കിയിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു വാർത്താനം കൂടെ കിട്ടുന്നത്. അപ്പോൾ ചാടി എവിടെയെങ്കിലും കെട്ടിക്കും, അതോടെ തീരും. അപ്പം കല്യാണം എന്ന് പറയണേ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. ഒരാളുടെ ജീവിതം തുടങ്ങുന്നതാണ്. അത് നരകമായി പോയതിൽ പരം ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ചും കണ്ടുമാണ് ആലോചിച്ച ശേഷം വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാവുള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.